ഉമാ തോമസ് MLA കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും അപകടത്തിൽപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. താൽക്കാലികമായി നിർമ്മിച്ച വേദിയുടെ പിൻനിരയിൽ നിന്നും മുൻനിരയിലേക്ക് വരികയായിരുന്നു MLA. ആദ്യം ഒരു വശത്തെ കസേരയിൽ ഇരുന്ന ശേഷം പിന്നീട് മാറിയിരിക്കാനായി എഴുന്നേറ്റ് പോകുമ്പോഴായിരുന്നു അപകടം. സിജോയ് വർഗീസിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു വേദിയുടെ പ്രധാന ഭാഗത്തിരിക്കാനായി MLA ആദ്യം ഇരുന്ന കസേരയിൽ നിന്നും എഴുന്നേറ്റത്. മുന്നിലുണ്ടായിരുന്ന സ്ത്രീയെ മറികടന്ന് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഉമാ തോമസിന്റെ കാലിടറുകയും റിബൺ കെട്ടിയ സ്റ്റാൻഡിനൊപ്പം MLA താഴേക്ക് വീഴുകയും ചെയ്തത്. വീഴ്ചയിൽ ശ്വാസകോശത്തിനും നട്ടെല്ലിനും തലച്ചോറിനും പരിക്കേറ്റു. 15 അടിയോളം ഉയരത്തിൽ നിന്ന് വീണ MLAയുടെ തല കോൺക്രീറ്റിലാണ് ചെന്നിടിച്ചത്. മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വരുന്ന നിലയിലായിരുന്നു MLAയെ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രാഥമിക പരിശോധനയുടെ ഭാഗമായി CT സ്കാൻ ഉൾപ്പെടെ നടത്തിയിരുന്നു. ഇതിലാണ് ആന്തരികാവയവങ്ങൾക്ക് പരിക്കേറ്റതായി കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രി അധികൃതർ തന്നെ ചികിത്സയ്ക്കായി വിദഗ്ധ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. ഇവരാണ് നിലവിൽ ഉമാ തോമസിന്റെ ചികിത്സയുടെ മേൽനോട്ടം വഹിക്കുന്നത്. ജോയ് ആലുക്കാസ് അവതരിപ്പിച്ച മൃദംഗ നാദം പരിപാടിക്കിടെയായിരുന്നു അപ്രതീക്ഷിത അപകടം നടന്നത്. 12,000 ഭരതനാട്യം നർത്തകരെ അണിനിരത്തിയുള്ള പരിപാടിയായിരുന്നു ഇവിടെ സംഘടിപ്പിച്ചത്. പ്രമുഖ ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടന്നത്. അതിനിടെ മതിയായ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെയായിരുന്നു ഇവിടെ പരിപാടി സംഘടിപ്പിച്ചതെന്ന ആക്ഷേപവും ശക്തമാണ്. ബാരിക്കേഡായി ഇവിടെ സാധാരണ റിബൺ മാത്രമാണ് കെട്ടിയിരുന്നതെന്നാണ് ആരോപണം. സംഭവം നടക്കുമ്പോൾ പരിപാടിയുള്ള സ്ഥലത്ത് സേഫ്റ്റി ഗാർഡുമാരോ മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. സീറ്റ് ക്രമീകരണത്തെക്കുറിച്ചും പരാതികൾ ഉയർന്നിരുന്നു. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ആരോപണം ഉയരുന്നുണ്ട്. പരിപാടിയിലൂടെ മികച്ച ലാഭം കൊയ്യുകയെന്ന ലക്ഷ്യത്തോടെ സംഘാടകരും സ്റ്റേജ് നിർമ്മിച്ചവരും സുരക്ഷാ മുൻകരുതലുകൾ പരമാവധി ഒഴിവാക്കുകയായിരുന്നു. വേദി നിർമ്മാണത്തിൽ അടിമുടി പാളിച്ചകളുണ്ടായി. 25,000-ലേറെ വരുന്നവരെ നിയന്ത്രിക്കാൻ 25 പോലീസുകാരെ മാത്രമാണ് ആവശ്യപ്പെട്ടത്. ഗാലറിയിലെ ആദ്യ നിലയിൽ 2 തട്ടായിട്ടാണ് വേദി നിർമ്മിച്ചത്. ഇതിൽ ആദ്യ തട്ടിന്റെ ആകെ നീളം 2.4 മീറ്റർ മാത്രമാണ്. ഇവിടെയാണ് കസേരകൾ നിരത്തിയ ശേഷം മുന്നിൽ 50 സെന്റിമീറ്റർ നടവഴി ഒഴിച്ചിട്ടത്. ഒരാൾക്ക് കൃത്യമായി നിൽക്കാൻ പോലുമുള്ള ഇടം ഇവിടെ ഉണ്ടായിരുന്നില്ല. അതേസമയം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുമുള്ള ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ ശക്തമായി നടപടി സ്വീകരിക്കുമെന്ന് കൊച്ചി മേയർ M. അനിൽകുമാറും വ്യക്തമാക്കി. സാമ്പത്തിക വരുമാനം ലക്ഷ്യമിട്ടാണ് ഈ പരിപാടി നടന്നത് എന്ന ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല സംഭവ സ്ഥലത്ത് ഇത് പരിശോധിക്കാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പോവുകയും റിപ്പോർട്ട് മേലധികാരികൾക്ക് നൽകേണ്ടതുമായിരുന്നു. മേയറുടെ നിർദ്ദേശപ്രകാരം സെക്രട്ടറി കഴിഞ്ഞ ദിവസം വകുപ്പ് മേധാവികളുടെ യോഗം വിളിച്ചപ്പോഴാണ് ഇക്കാര്യം നഗരസഭാ സെക്രട്ടറി അറിയുന്നത് തന്നെ. അതേസമയം പ്രസ്തുത ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഭാഗത്തു നിന്ന് കൃത്യവിലോപം നടത്തിയിട്ടുള്ളത് കൊണ്ട് കലൂർ 16-ാം സർക്കിളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ MN നിതയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്.